എവിടെയായിരുന്നു തമ്പ്രാട്ടി? ഹോസ്റ്റൽ റൂമിലേക്ക് പ്രവേശിച്ചതും റിനുവിൻ്റെ ചോദ്യം കേട്ടവൾ അവളെ ഒന്ന് അട്ടിമുട്ടി നോക്കി. എവിടെയാണേലും എന്നെ നീ വെറുതെ വിടൂലല്ലേ? ഇല്ലല്ല മോളൂസേ, പടച്ച കണ്ടറിഞ്ഞ് നീയുള്ള റൂം തന്നെ എനിക്ക് തന്നതാ. അതൊക്കെ പോട്ടെ, എവിടെയായിരുന്നു മേഡം? നൈസായിട്ട് അയാളെ വിഷയം മാറ്റുകയാണെന്ന് കണ്ട റിനു ആ വിഷയം വിടാതെ വീണ്ടും അതേ ചോദ്യം ഉന്നയിച്ചു. ഒരു ജോബ് അന്വേഷിച്ചിറങ്ങിയതാ. അയാൾ റിനുവിനെ നോക്കിയൊന്ന് നിശ്വസിച്ചു. എന്നിട്ട് വല്ല ജോബും കിട്ടിയോ? ആസാസ് മാളിൽ സെയിൽസ് ഗേളായിട്ട് കിട്ടി. അപ്പോൾ കോളേജിൽ നിന്ന് മറ്റവൻ പോവോ? റിനു അല്പം ഗൗരവത്തോടെ ചോദിച്ചതും അയറി ഒന്ന് കണ്ണ് ചിമ്മിച്ച് കാണിച്ചു. ഇന്ന് കിന്നാനം കളിക്കാതെ കാര്യം പറയടി. കോളേജും ജോബും നീ എങ്ങനെ ഒരുമിച്ച് മാനേജ് ചെയ്യും? എൻ്റെ പൊന്ന് റിനു, ഈവനിങ് 6 മണി മുതൽ 12 മണി വരെയാണ് എൻ്റെ ജോലി സമയം. അതായത് കോളേജ് കഴിഞ്ഞാൽ ഞാൻ നേരെ ജോബിന് പോകും. അത് റിസ്ക് അല്ലടി. റിസ്കൊക്കെ ഏറ്റെടുക്കാൻ അയർ തയ്യാറാണ് മോളെ. റിനുവിൻ്റെ കവളിലൊന്ന് പിച്ചി അവൾ ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ പോയി. ഡി, നിനക്ക് കാമിനെ പരിചയപ്പെടണ്ടേ? കുളിച്ചു വന്നതും റിനു ചോദിച്ചത് കേൾക്കെ ഒന്നും മനസ്സിലാവാതെ അയറ റിനുവിനെ തന്നെ നെറ്റി ചൊളിച്ചു നോക്കി. അതായത് C മീൻസ് ക്ലാസ്, A മീൻസ് ആൻഡ്, R മീൻസ് റൂം, M മീൻസ് മേറ്റ്സ്. ദാറ്റ് മീൻസ് ക്ലാസ് ആൻഡ് റൂം മേറ്റ്സ്. നമ്മളെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് തന്നെയാണ് നമ്മുടെ റൂം മേറ്റ്സും. അപ്പോൾ അവരെ പരിചയപ്പെടണ്ടേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആകെ നീട്ടി വലിച്ചു പറയുന്ന റിനുവിൻ്റെ തലക്കൊരു മേട്ടം കൊടുത്തവൾ ബാൽക്കണിയിലെ കൈവരിയിൽ മുണ്ട് വിരിച്ചവൾ അകത്തേക്ക് നടന്നു. തന്നെ നോക്കിയിരിക്കുന്ന 3 മുഖങ്ങളെ കാണെ അവളൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് മിസിരിയ. കോളേജിൽ നിന്ന് എൻ്റെ കൂടെയായിരുന്നു നടന്നേ. ഇവൾ വൺ പിടക്കൊയ്യാണ്. മിസിരി എന്ന് വിളിക്കാം. ഇതാ പറഞ്ഞ ആ മൊരട്ടാൻ സാറെന്നെ പിടിച്ചിരുത്തിയ ഇവൾ അടുത്തായിരുന്നു. ഇവളൊരു പഠിപ്പിയാണ്. അപ്പു എന്ന് വിളിക്കാം. ഇത് ആൻജോസ്. ഇവൾക്ക് ഫുഡിനോടാണ് താല്പര്യം. എൻ്റെ അടുത്തിരുന്നവരാണ് ഇവളും മിസിരിയും. ഇവളെ ആനക്കുട്ടി എന്ന് വിളിക്കാം. എപ്പിടി, സെറ്റല്ലേ? പിരികമുയർത്തി ചോദിക്കുന്ന റിനുവിനെ കാണെ അയറയൊന്ന് പല്ല് കടിച്ചു. നിനക്കാ തിരുവ 5 മിനിറ്റ് പൂട്ടി വെക്കാനാവോ? ആവുമല്ലോ. റിനു ഒന്ന് ഇളിച്ചോണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. നിങ്ങൾ രണ്ടും കാണുമ്പോൾ കീരും പാമ്പും പോലെ വയക്കിടാൻ നിൽക്കുകയാണെങ്കിലും കണ്ടില്ലിൽ ഭയങ്കര ടെൻഷനാണല്ലേ? അപ്പോൾ അയറയെയും റിനുവിനെയും പിരികമുയർത്തി നോക്കി. ഓ, അപ്പോൾ ഞാൻ എവിടെ പോയെന്നറിയാതെ മോള് കുറേ ടെൻഷൻ അടിച്ചു അല്ലേ? അയറ റിനുവിനെ നോക്കി കളിയാക്കി ചോദിച്ചതും അവളുടെ മുഖം വിയർത്തു വന്നു. ഞാനെന്താ ടെൻഷൻ അടിക്കണം? അത് ബോഡി. അതും പറഞ്ഞ് അയറയെ നോക്കി പുച്ഛിച്ചവൾ തലവായി പുതപ്പ് മൂടി. അയറയൊന്ന് ചിരിച്ച് ബാക്കി 3 പേരെയും നോക്കി. ഞാൻ അയറ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. തേങ്ങാണ്. പുസ്തകത്തെ പ്രണയിക്കുന്നവളാണ് ഇവൾ. ഈ ഒരു കൊല്ലം മതിയാവും അവൾക്ക് നമ്മുടെ ലൈബ്രറിയിലെ ബുക്സ് മൊത്തം വായിച്ചു തീർക്കാൻ. പുതപ്പിനുള്ളിൽ നിന്ന് തല ചെറുതായി പുറത്തിട്ട് റീന പറഞ്ഞത് കേൾക്കെ അയറ അവളെ നോക്കി പല്ല് കടിച്ചു. സർ, അയറയെ പ്രിൻസ് വിളിക്കുന്നു. രാവിലെ തന്നെ ഒരു സീനിയർ ചേട്ടൻ വന്ന് പറഞ്ഞത് കേൾക്കെ അയറയൊന്ന് ഞെട്ടി. സർ പൊയ്ക്കോളാൻ പറഞ്ഞതും ഒരു പേടിയോടെ അവൾ ആ ചേട്ടന് പിറകെ നടന്നു. താൻ എന്താ ഗ്രൗണ്ടിലേക്ക്? ഓഫീസ് റൂമിലേക്ക് പോകുന്നതിന് പകരം ഗ്രൗണ്ടിലേക്ക് പോകുന്ന ആ സീനിയറിനെ നോക്കി അവൾ പിരികമുയർത്തി. സാറ് ക്യാൻറ്റീനിലാണുള്ളേ, താൻ വാ. എന്തോ അവൻ്റെ സംസാരത്തിൽ അവൾക്ക് എവിടെയോ ഒരു വശപിശക് തോന്നി. എന്നിരുന്നാലും ഒന്ന് മൂളി അവൾ അവൻ്റെ പിറകെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതും എന്തോ പൊട്ടുന്ന ശബ്ദത്തോടൊപ്പം അവളുടെ ശരീരത്തെ ചുംബിച്ചുകൊണ്ട് റോസിതളുകൾ നിലംപതിച്ചു. ഹേയ് ആയിഷ! റോസിതളുകൾ വീണത് എങ്ങനെയെന്നറിയാൻ മുകളിലേക്ക് നോക്കിയതും ഏറ്റവും ടോപ്പിൽ നിന്ന് ഷാസ തൻ്റെ പേര് വിളിച്ചത് കേൾക്കെ അവളുടെ കണ്ണുകൾ മീഞ്ഞു. അവനെന്താ അവിടെ പരിപാടി? അവനാണോ ഇത്രയും റോസിതൾ താഴേക്കെറിഞ്ഞത്? അവളുടെ മനസ്സിലേക്ക് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നതോടൊപ്പമായിരുന്നു ഷാസ സംസാരിച്ചു തുടങ്ങിയത്. ഹേയ് ആയിഷ, ഐ ലവ് യു. അവൻ്റെ ശബ്ദം എക്കോ പോലെ അവിടെ പ്രതിധ്വനിച്ചു. മരത്തിൽ തൂക്കിയ ബലൂൺ പൊട്ടിയായിരുന്നു റോസിതൾ അവളുടെ തലയിലൂടെ വീണത്. ബലൂൺ പൊട്ടിയ ശബ്ദം കേട്ടപ്പോൾ തന്നെ എല്ലാവരും എന്താ സംഭവമെന്നറിയാൻ ഓടിയെത്തിയിരുന്നു. ഷാസ എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എല്ലാവരോടും കൂടി പറയുവാണ്, ആയിഷ എൻ്റെ പെണ്ണാണ്. അവളെ നോക്കാനോ വേദനിപ്പിക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ. പുഞ്ചിരിയെ ഗൗരവമാക്കി മാറ്റിയവൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് താഴേക്കിറങ്ങി അയറക്കടുത്തേക്ക് വന്നു. അവളാകെ തറഞ്ഞു നിൽക്കുവാണ്. ആയിഷ, ലവ് യു സോ മച്ച്. അവളുടെ ചെവിക്കരികിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് ഷാസ് പറഞ്ഞത് കേൾക്കെ അവളൊരു വിറയലോടെ പിറകിലേക്ക് നിന്നു. വാട്ട് യു മീൻ ആദം? ഇന്നലെ ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്യില്ലെന്ന് ഇത്രയും ആളുകളെ മുമ്പിൽ വെച്ച് പറഞ്ഞതിനാണോ താൻ ഇങ്ങനെയൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് എന്നെ നാണം കെടുത്തുന്നത്? നാണം കെടുത്താൻ മാത്രം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് തന്നെ ശരിക്കും ഇഷ്ടമായി. ഇന്നലത്തെ തൻ്റെ പെർഫോമൻസും തൻ്റെ ഈ കുഞ്ഞുമുഖവും എൻ്റെ മനസ്സിൽ കയറിക്കൂടി. ഒത്തിരി നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് മനസ്സ് പറഞ്ഞത് അവൻ നിന്നെ പ്രണയിക്കുന്നു എന്ന്. ഷാസ് അയറയെ നോക്കി പുഞ്ചിരിച്ചു. ഒരു നിമിഷം അവൾ ആ ചിരിയിൽ മുഴുകി അവനെ തന്നെ നോക്കി നിന്നു. അതും പറഞ്ഞു അവിടുന്ന് നടന്നകന്ന ഷാസിനെ അവൾ കണ്ണും വിടർത്തി നോക്കി നിന്നു. കൂടി നിന്നവർ ഓരോരുത്തരായി അവനവൻ്റെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. അപ്പോഴും തന്നെ നോക്കി ഇളിച്ചു നിൽക്കുന്ന ആ സീനിയറിനെ അവൾ കണ്ണുരുട്ടി നോക്കി. ഇതാണോടോ ഇയാളെ പ്രിൻസി? അത് പിന്നെ ഷാസ് പറഞ്ഞപ്പോൾ എങ്ങനെയാ ഞാൻ ചെയ്യാതിരിക്കുക? അതുകൊണ്ടാണ് പെങ്ങളെ. അവൻ അയറയെ നോക്കിയൊന്ന് ഇളിച്ചു. അവളൊന്ന് അമർത്തിമൊളി തന്നെ നോക്കി നിൽക്കുന്ന ഷാസിൻ്റെ ഫ്രണ്ട്സിനെ നോക്കി.
അതെ, നിങ്ങളുടെ പുന്നാര ഫ്രണ്ടിനോട് പറഞ്ഞേക്ക് വെറുതെ ഐറയുടെ പിറകെ നടന്ന് അവൻ്റെ സമയം കളയണ്ട എന്നും. ഞാൻ ആയിഷയല്ല ഐറാണെന്നും. ഞങ്ങളുടെ ഫ്രണ്ട് ഷാസ് നിന്നെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടേ അവൻ പോകും. പിന്നെ ആയിഷ എന്ന് വിളിക്കുന്നത് അത് നീ അവനോട് തന്നെ പോയി പറഞ്ഞേക്ക് നീ ഐറാണെന്ന്. പാച്ചു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞ് അവിടുന്ന് നടന്നകന്നു. ഐറക്കൊന്നും മനസ്സിലായില്ല. എന്താ ഇപ്പോൾ ഇവിടെ നടന്നേ? ഷാസ് എന്തിനാവും ഇങ്ങനെ ഒരു പ്രപ്പോസ് ഇപ്പോൾ നടത്തിയത്? അവൻ്റെ മനസ്സിൽ എന്താവും? അവൻ എന്തെങ്കിലും പണി തരാൻ നോക്കുവാണോ? അവളുടെ ചിന്തകൾ കാട് കയറിയതും തല കുടഞ്ഞവൾ ക്ലാസ്സിലേക്ക് പോയി. മേ ഐ കമിൻ സർ? ഹാ, വരണം ഐറ. നീയും ഷാസും പണ്ടേ ഇഷ്ടത്തിലാണോ? അല്ലാതെ ഇന്നലെ കണ്ട ഒരാളെ അവൻ പ്രപ്പോസ് ചെയ്യില്ലെന്ന് എനിക്കുറപ്പാ. അർഷി സാറ് ചോദിച്ചത് കേൾക്കെ ഒന്ന് നിശ്വസിച്ചവൾ വേഗം തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. അവളൊന്നും മിണ്ടുന്നത് കാണാത്തത് കൊണ്ട് തന്നെ അർഷി ക്ലാസ് എടുത്തു തുടങ്ങി. ആ പീരീഡ് കഴിയാനായപ്പോഴാണ് റിനുവിൻ്റെ രംഗപ്രവേശനം. മേ ഐ കമിൻ സർ? ഹാ, ആരിത്? റാണിയെയോ? മുളന്താവോ ഇന്ന് നേരത്തെ പോന്നത്? അർഷി ഒന്നാക്കി ചോദിച്ചതും റിനു ഒന്ന് ഇളിച്ചു. നിക്കറിയാം ഞാൻ ഇന്നലെ സാറാണേ സത്യം പറഞ്ഞതല്ല. ബട്ട് ഒരാളുടെ ജീവന്റെ വില ഓർത്തപ്പോൾ സാറേ തന്നെ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല. ജീവന്റെ വിലയോ? അർഷി റിനുവിനെ നോക്കി നെറ്റി ചൊളിച്ചു. ആ, ഞാനിങ്ങനെ സ്റ്റാൻഡിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്നെ. അപ്പോഴാ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നത്. ഒരു പാവ അമ്മച്ചി ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടിട്ട് ആരും ആ അമ്മച്ചി തിരിഞ്ഞു നോക്കിയില്ല. അവർക്കൊന്നും മനുഷ്യത്വമില്ലാന്ന് വെച്ച് ഞാൻ അങ്ങനെയല്ല. ഞാൻ വേഗം ആ അമ്മച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ലേറ്റായി. മുഖത്ത് നിഷ്കളങ്കത വാരി വിതറി പറയുന്നവളെ കാണെ അർഷി പുച്ഛിച്ച് ചിരിച്ചു. പൊന്നു മോളെ, നിന്റെ ഉപ്പ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഓരോ ദിവസവും ഇതുപോലൊരു ഉടായ്പ കഥ നിനക്കുണ്ടാവുമെന്ന്. അതുകൊണ്ട് പറയുക, നിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ആണിത്. ഇനി മുതൽ നേരം വൈകി വന്നാൽ ഞാൻ പറയുന്ന ചാപ്റ്റർ 100 വട്ടം പിറ്റേ ദിവസത്തേക്ക് എഴുതിക്കൊണ്ട് വരണം. അത് എഴുതാതെ പിന്നെ നീ ക്ലാസ്സിൽ കയറിയില്ല. മനസ്സിലായോ നിനക്ക്? ഇപ്പോൾ എന്തായാലും പ്രിൻസിയെ കണ്ടിട്ട് കയറിയാൽ മതി. നടക്കങ്ങോട്ട്. ഗൗരവത്തോടെ പറഞ്ഞു അർഷി മുമ്പിൽ നടന്നതും അരിച്ചരിച്ചു റിനു അവന് പിറകിൽ നടന്നു.